ആപ്പിൾ TV പ്ലസിൽ റിലീസായ വിഡോസ് ബേ സീരീസ് മുഴുവൻ കണ്ടു തീർത്തു. ഫസ്റ്റ് സീസണിന്റെ 10 എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്. ഈ സീരീസ് സജസ്റ്റ് ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫുൾ സീസണിന്റെ റിവ്യൂ ആണ്. KT ഡീപോൾഡ് ആണ് ഇതിന്റെ ക്രിയേറ്റർ. മാത്യു റീസ്, കെയ്റ്റ് ഓഫ്ലിൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് ഹൊറർ കോമഡി ത്രില്ലർ സീരീസിനെ കുറിച്ച് ഒരു ചെറിയ ഐലൻഡിന്റെ കഥയാണിത്. അവിടുത്തെ മേയറായിട്ടുള്ള ടോം ആ ദ്വീപിനെ എങ്ങനെയെങ്കിലും ഒരു ടൂറിസ്റ്റ് ഹബ്ബാക്കി എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പല നിഗൂഢമായ കാര്യങ്ങളും ആ ഐലൻഡിൽ ഉണ്ടായിരുന്നു. ഈ കഥയാണ് വിഡോസ് ബേ എന്ന സീരീസ് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ലൊരു കിടിലൻ സീരീസ് ആണ് വിഡോസ് ബേ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഈ ഫ്രമും ലോസ്റ്റും ഒക്കെ പോലെയുള്ള സീരീസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ഐറ്റം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആപ്പിൾ TV പ്ലസ് അതിന്റെ ക്വാളിറ്റി എപ്പോഴും നിലനിർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ സീരീസ്. ഇതിന്റെ ഒരു മിസ്റ്ററി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മളെങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ അത് ഹുക്ഡ് ആക്കി നിർത്താനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തോ മോശമായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉടനീളം കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റിയതും ഈ സീരീസിന്റെ ഒരു പോസിറ്റീവ് ആണ്. മിക്ക എപ്പിസോഡിലും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു സീനെങ്കിലും കാണും. സോ ഇന്റൻസ് ആണ്, ത്രില്ലിംഗ് ആണ്. അതേസമയം ഇത് ഹൊറർ സീരീസ് ആണെങ്കിലും മിസ്റ്ററിയും കോമഡിയും എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ്. ചില പേടിപ്പിക്കുന്ന സിറ്റുവേഷൻസിൽ ചിരിക്കാനുള്ള വക കൂടി കിട്ടും. തലകുത്തിമറിഞ്ഞ് ചിരിക്കാനൊന്നുള്ളതല്ല കേട്ടോ, സ്റ്റിൽ ഒരു ചെറിയ ചിരിയൊക്കെ വരും. സോ ഹൊററും കോമഡിയും കൂടി നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കുറെ ക്ലീഷേ ബ്രേക്കിംഗ് ഐറ്റംസ് ഇതിലുണ്ട്. അനാവശ്യ വലിച്ചു നീട്ടലുകളൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് ഓരോ എപ്പിസോഡും തീരുന്നത് ഇതിന്റെ പോസിറ്റീവ് ആയിരുന്നു. നല്ല മേക്കിംഗ് ആണ്. നല്ല കുറച്ച് ക്യാരക്ടേഴ്സും സീരീസിലുണ്ട്. നല്ല രീതിയിൽ എഴുതി അവതരിപ്പിച്ചിട്ടുമുണ്ട്. ടോം ലോഫ്റ്റിസ് ആണ് ഇതിലെ നായക കഥാപാത്രം. വിഡോസ് ബേയിലെ മേയർ ആണ്. മാത്യു റീസ് ആണ് കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസ് ആയിരുന്നു. മറ്റൊരു രസകരമായിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ക്യാരക്ടർ പെട്രീഷ്യയുടേതാണ്. കുറച്ച് ഫണ്ണിയാണ്. അതേസമയം ആ ക്യാരക്ടർ ഒരുപാട് മോശം അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. കെയ്റ്റ് ഓഫ്ലിൻ എന്ന നടിയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഷെറീഫായ ബഷീർ എന്ന കഥാപാത്രമായിട്ട് വരുന്ന കെവിൻ കാരൽ, അതുപോലെ റൂത്ത് ആയിട്ട് വന്ന കെ ക്യാലുൻ, പിന്നെ വിക് ആയിട്ട് വന്ന സ്റ്റീഫൻ റൂട്ട്, റോസ്മേരി ആയിട്ട് വന്ന ഡെയിൽ ഡിക്കി, അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ട്. അഭിനയിച്ച എല്ലാ ആൾക്കാരുടെയും പെർഫോമൻസും മികച്ചതാണ്. ടെക്നിക്കലിയും ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇതിന്റെ ക്യാമറ, പ്രത്യേകിച്ച് ഇതിന്റെ കളർ ടോൺ എടുത്ത് തന്നെ പറയണം. ഇവരുടെ ഒരു ലൊക്കേഷൻ കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഒപ്പം കൂടുതൽ ഒരു മഴക്കാലമാണ് കാണിക്കുന്നത് പറയാം. സോ അതെല്ലാം കൂടെ ക്യാമറയിൽ കിടുവായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അനാവശ്യമായിട്ട് വലിച്ചു നീട്ടലൊന്നും ഇല്ലാതെ ക്ലീൻ ആൻഡ് ക്രിസ്പ് ആയിട്ടുള്ള എഡിറ്റിംഗും ഇതിന്റെ പോസിറ്റീവ് ആണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സൗണ്ട് ഡിസൈനും കൊള്ളാം. VFX നല്ലതായിരുന്നു. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറഞ്ഞാൽ കോമഡിയും ഹൊററും മിക്സ് ആയതുകൊണ്ട് തന്നെ ചില വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഹൊറർ സീനുകൾക്ക് ഈ ഒരു കോമഡി മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ചെറുതായിട്ട് ആ ഒരു സീൻ ഒന്ന് ഡൗൺ ആകുന്ന പോലെ ഫീൽ ചെയ്തു. എല്ലായിടത്തും ഇല്ല, ചിലയിടത്ത് മാത്രം. അതൊരു ചെറിയ നെഗറ്റീവ് ആയിട്ട് തോന്നി. പിന്നെ ഈ ഹൊറർ ആയതുകൊണ്ട് തന്നെ ചെറിയ ചില പ്രെഡിക്റ്റബിലിറ്റിയും ഇതിനുണ്ട് എന്ന് പറയാം. സോ മൊത്തത്തിൽ ഒരു നല്ല ഹൊറർ കോമഡി സീരീസ് ആണ് വിഡോസ് ബേ. ഈ വർഷം കണ്ട സീരീസുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയും. മഴയൊക്കെ പിടിച്ച് കാണാൻ പറ്റിയ ഒരു ഐറ്റം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹൊറർ ത്രില്ലർ പ്രേമികൾക്ക് ഇഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആപ്പിൾ TV പ്ലസിൽ കാണാം. മൊത്തം 10 എപ്പിസോഡുകളാണ് ഇതിനുള്ളത്. മിക്കതിനും ഏകദേശം ഒരു 30-40 മിനിറ്റ് ഒക്കെ ലെങ്ത്. അവസാനത്തെ എപ്പിസോഡ് മാത്രം 50 മിനിറ്റ് എടുത്ത് ലെങ്ത് ഉണ്ട്. ഈ സീസണിൽ ഏകദേശം കഥ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ച് ചോദ്യങ്ങളൊക്കെ അവശേഷിപ്പിച്ചുകൊണ്ടാണ് തീരുന്നത്. ഇതിനൊരു സെക്കൻഡ് സീസൺ വരുന്നുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 18+ അല്ല, US 16+ ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.